അന്ന് ഭരണിയുടെ ദിവസം. അതുകൊണ്ട് ചേട്ടന്മാരൊക്കെ രാവിലെ തന്നെ വന്നിട്ട് കാളേനെ ഒരുക്കായിരുന്നു. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് നേരെ അംഗനവാടിയിലോട്ട് പോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ടീച്ചർമാരും പാരൻസും കുട്ടികളെല്ലാം മെമ്പറെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഒരു കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോയി. അവൻ്റെ വിചാരം അംഗൻവാടിയിലോട്ട് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോവാണെന്ന്. അപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഫ്ലാഗ് ഉയർത്തി കഴിഞ്ഞിട്ട് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി. പിന്നെ എല്ലാവരും വന്ന് വേഗം തന്നെ ഫ്ലാഗൊക്കെ ഉയർത്തി. അത് കഴിഞ്ഞ് മിഠായിയൊക്കെ തന്നു. അതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും കാളേനെയൊക്കെ ഒരുക്കി കാളേനെ കൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് കാളേനെ കൊണ്ടുപോവുക. അതാണ് ഒരു റൂള്. വൈകിട്ടായപ്പോഴത്തേക്കും കുളിച്ച് റെഡിയായി ഒരുങ്ങി വന്നു. ആദ്യം തന്നെ ഇങ്ങനെ ഭഗവാന്റെ രൂപമായിട്ട് സെറ്റ് വരൂലേ, ആ സെറ്റായിരുന്നു വന്നത്. ആ കാളി ആയിട്ട് പെർഫോം ചെയ്ത ആ ചേട്ടൻ്റെ പെർഫോമൻസ് ഭയങ്കര കിടിലനായിരുന്നു. അവൻ്റെ ബ്രേക്കിൻ്റെ ടൈമിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു അവർ റെസ്റ്റ് എടുത്ത്. എനിക്കാണെങ്കിൽ ആ കാളിയായിട്ട് പെർഫോം ചെയ്ത ചേട്ടൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ആ ചേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിപ്പോൾ അവർ പോണതാണ് തിരിച്ച്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ സ്കിറ്റ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ കാളിയായിട്ട് പെർഫോം ചെയ്യുന്ന ചേട്ടൻ തന്നെയായിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. പിന്നെ ഫുൾ കൊട്ടും തുള്ളലും നല്ല വൈബായിരുന്നു. പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഇതും രസമുണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടന്മാരുടെ കൊട്ടും പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതും രസമുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ചു. നെക്സ്റ്റ് ഞാൻ മാംഗോ ബാർ കഴിച്ചു. ദെൻ ഒറിയോ ഐസ്ക്രീം കഴിച്ചു. പിന്നെ എനിക്ക് ഉപ്പിലിട്ടത് തിന്നാൻ ഭയങ്കര ക്രേവിങ്സ്. അപ്പോൾ വേഗം പോയി ഉപ്പിലിട്ടത് വാങ്ങിച്ചു. പിന്നെ അവിടെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു, അത് പോയി കുടിച്ചു. പിന്നെ പിള്ളേർക്ക് വേണ്ടി പൊട്ടണ പടക്കവും പിന്നെ ഈ സാധനം ഇത് നെക്കുമ്പോൾ ബബിൾസ് പൊന്തി വരും, ഇതും. പിന്നെ ഈ മീൻ പിടിക്കുന്ന സാധനവും. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഉഴുന്നുവടയും. പിന്നെ പരിപാടി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓടിച്ചിട്ട് കാളേനെ കൊണ്ടുപോയിട്ട് അവിടെ കുത്തണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ കൊല്ലത്തെ പരിപാടി കഴിഞ്ഞു.